ഹലോ ഗായ്സ്, നമുക്കിന്ന് പവർ ഫാക്ടർ എന്താണെന്നും അതിന് ഒരു സപ്ലൈ സിസ്റ്റത്തിലുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്നും ഇനി അത് കുറവാണോ കൂടുതലാണോ പവർ ഫാക്ടർ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് എങ്ങനെ അതിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ ഒരു AC സിസ്റ്റത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് പവർ ഫാക്ടർ. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തുക. സോ വാട്ട് ഈസ് പവർ ഫാക്ടർ? ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് റിയൽ പവർ അബ്സോർബ്ഡ് ബൈ എ ലോഡ് ടു ദ അപ്പാരൻറ്റ് പവർ ഫ്ലോയിങ് ഇൻ ദ സർക്യൂട്ട്. ഒറ്റയടിക്ക് പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല അല്ലേ? നമുക്കൊരു ഡയഗ്രത്തിലേക്ക് പോവാം. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ കാണിച്ചിട്ടുണ്ട്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ 3 ടൈപ്പ് പവർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് റിയൽ പവർ P എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട്, റിയാക്റ്റീവ് പവർ Q ആൻഡ് അപ്പാരൻറ്റ് പവർ S. അപ്പം റിയൽ പവർ എന്ന് പറയുന്നത് അതായത് KW എന്നാണ് നമ്മൾ അതിൻ്റെ ഇത് വരുന്നത്, KW. അതുപോലെ റിയാക്റ്റീവ് പവറിന് kVAR ആൻഡ് അപ്പാരൻറ്റ് പവർ kVA. ഞാൻ അടുത്ത എന്താണെന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പം ഇതിൽ പവർ ഫാക്ടർ എന്ന് പറയുന്നത് റിയൽ പവറിൻ്റെയും അപ്പാരൻറ്റ് പവറിൻ്റെയും തമ്മിലുള്ള റേഷ്യോ ആണെന്നാണ് പറയുന്നത്. അപ്പം ഇതിലെ ബേസ് ആയിട്ടാണ് റിയൽ പവർ വരുന്നത്, ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു റൈറ്റ് ആംഗിളിൽ ബേസ് ആയിട്ട് റിയൽ പവർ വരുന്നത്, ഹൈറ്റ് ആയിട്ട് റിയാക്റ്റീവ് പവർ വരുന്നത്, ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് അപ്പാരൻറ്റ് പവർ വരുന്നു. അപ്പം 3ൻ്റെ യൂണിറ്റ് പറഞ്ഞു. റിയൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KW ആണ്, റിയാക്റ്റീവ് പവർ kVAR ആണ്, അപ്പാരൻറ്റ് പവർ kVA ആണ്. ശരി, ഇതല്ലാതെ ഒരു ഡെഫിനിഷൻ കൂടി ഞാൻ പറയാം. അതായത് ഇറ്റ് ഈസ് ദ കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ ദ AC സർക്യൂട്ട്. അതായത് ഒരു AC സർക്യൂട്ടിലെ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഇടയിലുള്ള ആംഗിൾ, ആ തീറ്റയുടെ കോസ് ഓഫ് വാല്യൂ എന്താണോ അതാണ് അതിലെ പവർ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ വാല്യൂ, അതായത് ഇപ്പോൾ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിൾ 0 ആണെങ്കിൽ എന്തായിരിക്കും? നമുക്ക് പവർ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, P = VI cos phi ആണ്. ആ പവറാണ് ശരിക്കും റിയൽ പവർ എന്ന് പറയുന്നത്, P = V × I × cos phi. അപ്പം cos phi എന്നുള്ള വാല്യൂ ആണ് നമ്മുടെ പവർ ഫാക്ടർ. അപ്പം cos phi 1 ആവുന്ന കേസ് എപ്പോഴാണ്? ഈ വിയും ഐയും തമ്മിലുള്ള ആംഗിൾ 0 ആകുമ്പോഴാണ് അല്ലേ? cos 0 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട 2 കാര്യങ്ങളാണ്. കോസിൻ്റെ ഇതിൽ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോസിൻ്റെ വാല്യൂയും സൈൻ്റെ വാല്യൂ ആണ്. അതിൽ cos 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് അല്ലേ? അപ്പം V × I × cos phi എന്ന് പറഞ്ഞിട്ട് പവർ എടുക്കുന്ന സമയത്ത്, പവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് V × I, അതായത് വോൾട്ടേജ് × കറണ്ട് × cos phi ഓർ പവർ ഫാക്ടർ എന്ന് ചെയ്യുന്ന സമയത്ത് cos phi എപ്പോഴും 1 ആകുമ്പോഴാണ് നമുക്ക് മാക്സിമം പവർ കിട്ടുന്നത്. അതായത് cos phiയുടെ വാല്യൂ എവിടെയാണ് നിൽക്കുന്നത്? 0 to 1ൻ്റെ ഇടയിലാണ്. അപ്പോൾ cos phi 1ൽ താഴോട്ടാണെങ്കിൽ നമ്മുടെ പവർ എപ്പോഴും എന്താകുന്നുണ്ട്? അപ്പം അപ്പാരൻറ്റ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V × I ആണ്. അപ്പം എപ്പോഴും അപ്പാരൻറ്റ് പവർ റിയൽ പവറിനേക്കാൾ താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഇതിലെ അപ്പാരൻറ്റ് പവർ S = V × I ആണ്. അപ്പം അതിൻ്റെ യൂണിറ്റ് വിനെ നമ്മൾ വോൾട്ടേജിന് V എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, അതുപോലെ Iക്ക് ആംപിയർ A ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് V × A ആണ്, ഓർ VA എന്നാണ് നമ്മൾ സാധാരണ പറയുക. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ പവർ വരുന്ന സമയത്ത് നമ്മൾ കിലോ എന്ന ഒരു എക്സ്പ്രഷൻ കൂടി കൊടുത്ത് kVA എന്ന് പറയുന്നു. അത് ഇനി മെഗയിലേക്ക് പോകുമ്പോൾ MVA എന്ന് വരുന്നു. നെക്സ്റ്റ് റിയൽ പവർ, അതിനെ നമ്മൾ കാൽക്കുലേഷനിൽ V × I × cos phi എന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് ശരിക്കും നമ്മുടെ യൂസ്ഫുൾ പവർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു സർക്യൂട്ടിലൂടെ അപ്പാരൻറ്റ് പവർ ഒഴുകുന്നുണ്ടെങ്കിൽ പോലും ഒരു ഡിവൈസ്, ഒരു മോട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ മോട്ടറിൻ്റെ ഷാഫ്റ്റ് അല്ലെങ്കിൽ ആ മോട്ടറിൻ്റെ യൂസ്ഫുൾ പവർ എന്ന് പറയുന്നത് V × I × cos phi ആണ്. അപ്പം ഇതിനെ നമ്മൾ KW എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് റിയാക്റ്റീവ് പവർ, അതായത് നമുക്ക് യൂസേജ് ഇല്ലാതെ വേസ്റ്റ് ആവുന്ന പവറാണ് റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത്. അതിനെ Q ഡിനോട്ട് ചെയ്യുന്നു
വി ഇൻറ്റു ഐ ഇൻറ്റു സൈൻ ഫൈ എന്നാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് kVAR എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കോസ് ഫൈ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സാധാരണ, അല്ലെങ്കിൽ പി എഫ് എന്ന് എഴുതാം, കോസ് ഫൈ എന്ന് എഴുതാം. is equal to real power divided by apparent power or VI cos phi divided by VI, അല്ലെങ്കിൽ KW divided by KVA എന്നൊക്കെ പല ബുക്കുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് ഒരു പവർ ഫാക്ടറിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. ഇനി എങ്ങനെയാണ് ഈ പവർ ഫാക്ടർ വരുന്നത് എന്ന് കൂടി നോക്കാം. വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ഡിഫറൻസ്. അപ്പം ഞാനൊരു ജിഫാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് വോൾട്ടേജിൻ്റെ ആ ഒരു വേവ് സ്റ്റേഷനറി ആയിട്ട് നിന്നിട്ട് കറണ്ടാണ്, അതായത് കറണ്ട് എപ്പോഴും ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു വാല്യൂ ആണ്. അപ്പോൾ വോൾട്ടേജ് നമ്മളൊരു പെർട്ടിക്കുലർ വോൾട്ടേജ് സെറ്റ് ചെയ്താൽ പോലും ഒരു ഡിവൈസാണ് എത്രത്തോളം കറണ്ട് യൂട്ടിലൈസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പം ഇതിനിടയിൽ അതായത് ഇപ്പം കുറഞ്ഞ് വരുന്ന സമയത്ത്, അതായത് വോൾട്ടേജും കറണ്ടും ഇൻഫേസ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പവർ ഫാക്ടർ 1 ആണ് എന്ന് പറയാം, അല്ലെങ്കിൽ യൂണിറ്റി പവർ ഫാക്ടർ എന്ന് പറയാം. ഇനി വോൾട്ടേജിനെ കറണ്ട് ലാഗ് ചെയ്യാണ്, അതായത് വോൾട്ടേജ് വേവ് ഫോമിന് പിന്നാലെയാണ് കറണ്ട് വേവ് ഫോം പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ലാഗിങ് വോൾട്ടേജിനെ സംബന്ധിച്ച് കറണ്ട് ലാഗ് ചെയ്യാന്ന് പറയും. ഇപ്പം ഇങ്ങനെയുള്ള കേസുകളിൽ ലാഗിങ് പവർ ഫാക്ടറാണ് വരുന്നത്. ഇനി വോൾട്ടേജ് വേവ് ഫോമിനെ വെച്ച് കറണ്ട് വേവ് ഫോം ലീഡ് ചെയ്യാണ്, അല്ലെങ്കിൽ വോൾട്ടേജ് വേവ് ഫോമിൻ്റെ മുന്നെയാണ് കറണ്ട് വേവ് ഫോം പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ലീഡിങ് പവർ ഫാക്ടർ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ജിഫ് എന്നത് മനസ്സിലാവുന്നെങ്കിൽ ഞാൻ കുറച്ച് തൊട്ടടുത്തൊരു ഡയഗ്രത്തിൽ കുറച്ചുകൂടി വ്യക്തമായി തരാം. ഇപ്പോൾ ഈ ഒരു ഇതിൽ 3 ലോഡുകളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഒന്ന് റെസിസ്റ്റീവ് ലോഡ്, ഇൻഡക്റ്റീവ് ലോഡ്, കപ്പാസിറ്റീവ് ലോഡ്. അപ്പം ഇതിലെ റെസിസ്റ്റീവ് ലോഡ് നമുക്ക് നോക്കാം. ആ ഒരു ഗ്രാഫിൽ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേ ടൈമിലാണ്, അതുപോലെ അത് പീക്ക് പോയിന്റിലെത്തുന്നതും ഒരേ ടൈമിലാണ്, നെക്സ്റ്റ് സീറോയിലെത്തുന്നതും ഒരേ ടൈമിലാണ്, നെക്സ്റ്റ് ഇൻവേഴ്സ് അല്ലെങ്കിൽ താഴത്തേക്ക് പീക്കിലെത്തുന്നതും ഒരേ സമയത്താണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, റെസിസ്റ്റീവ് ലോഡിൽ വോൾട്ടേജ് ആൻഡ് കറണ്ട് വേവ് ഫോം ഇൻഫേസ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ പവർ ഫാക്ടർ, പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ പവർ ഫാക്ടർ എന്ന് പറയുന്നത് യൂണിറ്റി പവർ ഫാക്ടർ ആണെന്ന് പറയാം. ഇനി നെക്സ്റ്റ് ഒരു ഇൻഡക്റ്റീവ് ലോഡ്, പക്ഷേ നമുക്ക് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കലി ഇമ്പോസിബിൾ അല്ല, കാരണം എപ്പോഴും ഒരു വയറിൻ്റെയൊക്കെ ഇൻഡക്റ്റൻസ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് ഇൻഡക്റ്റീവ് ലോഡ്. ഇൻഡക്റ്റീവ് ലോഡ് എന്ന് പറയുന്നത് വോൾട്ടേജ്, ഇപ്പം വോൾട്ടേജ് വേവ് ഫോം സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 ആംഗിൾ കഴിഞ്ഞിട്ടാണ് കറണ്ടിൻ്റെ വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് വോൾട്ടേജിനെ സംബന്ധിച്ച് കറണ്ട് ലാഗ് ചെയ്യാണ് ഒരു 5 ഡിഗ്രി ലാഗ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി വോൾട്ടേജ് വേവ് ഫോം പീക്കിലെത്തുന്ന സമയത്ത് കറണ്ട് വേവ് ഫോം പീക്കിലേക്ക് പോകുന്നതേ ഉള്ളൂ. അതുപോലെ വോൾട്ടേജ് വേവ് ഫോം തിരിച്ച് ഫസ്റ്റ് സൈക്കിൾ കഴിഞ്ഞ് ഒരു ഹാഫ് സൈക്കിൾ കഴിഞ്ഞ് സീറോയിലെത്തുമ്പോൾ കറണ്ട് വേവ് ഫോം ഓൾമോസ്റ്റ് മാക്സിമം കഴിഞ്ഞ് താഴോട്ട് വരുന്നേ ഉള്ളൂ. അപ്പം കറണ്ട് വേവ് ഫോം വോൾട്ടേജ് വേവ് ഫോമിനെ ഒരു 5 ഡിഗ്രി ലാഗ് ചെയ്തിട്ടാണ് ഇവിടെ പോകുന്നത്. അപ്പം ഇൻഡക്റ്റീവ് ലോഡിൽ എന്ന് പറയുന്നത് എപ്പോഴും ലാഗിങ് പവർ ഫാക്ടറാണ്. ഇനി പ്യുവർലി ഇൻഡക്റ്റീവ് ലോഡാണെങ്കിൽ ഈ ഒരു 5 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അതായത് വോൾട്ടേജിനെ കറണ്ട് വേവ് ഫോം എക്സാക്റ്റ് 90 ഡിഗ്രി ലാഗ് ചെയ്യും. ഇതിൽ പ്യുവർ ഇൻഡക്റ്റീവ് ലോഡിൽ. നെക്സ്റ്റ് കപ്പാസിറ്റീവ് ലോഡ്. സാധാരണ നമ്മുടെ പവർ സിസ്റ്റത്തിൽ ഒരു കപ്പാസിറ്റീവ് ലോഡ് എന്ന് പറയാനുള്ള ഒരു ലോഡുകളും ഇല്ല. അപ്പം നമ്മൾ എക്സ്ട്രാ കപ്പാസിറ്റേഴ്സോ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ തന്നെ പറയുന്നുണ്ട്, പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ അഡീഷണലി അങ്ങനെയുള്ള ലോഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ലോഡുകളും ലാഗിങ് പവർ ഫാക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇനി കപ്പാസിറ്റീവ് ലോഡിൽ നമ്മുടെ വോൾട്ടേജ് വേവ് ഫോം സീറോയിൽ നിൽക്കുന്ന സമയത്ത് കറണ്ട് വേവ് ഫോം അതിൻ്റെ മാക്സിമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വോൾട്ടേജ് വേവ് ഫോം മാക്സിമം ആവുന്ന സമയത്ത് കറണ്ട് വേവ് ഫോം അതിൻ്റെ ഹാഫ് സൈക്കിൾ കഴിഞ്ഞ് സീറോയിലെത്തി അടുത്ത ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അതായത് വോൾട്ടേജിനേക്കാൾ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, 5 ഡിഗ്രി മുന്നിലാണ് പോകുന്നത്. ഇപ്പം ഇങ്ങനെയുള്ള ലോഡുകളെയാണ് നമ്മൾ കപ്പാസിറ്റീവ് ലോഡ് എന്ന് പറയുന്നത്. ഇപ്പം പ്യുവർലി കപ്പാസിറ്റീവ് ലോഡ് എടുത്തു നോക്കുകയാണെങ്കിൽ വോൾട്ടേജ് വേവ് ഫോമിനേക്കാൾ 90 ഡിഗ്രി മുന്നിലായിരിക്കും ആര് വരുന്നത്, നമ്മുടെ കറണ്ട് വേവ് ഫോം വരുന്നുണ്ടാവുക. ഇനി നമുക്ക് ഈ ഒരു പവർ ഫാക്ടറിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് നോക്കാം. അപ്പം
ശരിക്കും പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ഈസ് എ മെഷർ ഓഫ് ഹൗ എഫക്റ്റീവ്ലി യൂസിങ് ഇലക്ട്രിസിറ്റി. നമ്മൾ എത്രത്തോളം ഇലക്ട്രിസിറ്റീനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഒരു കണക്കെടുപ്പാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണക്കാണ് ശരിക്കും പവർ ഫാക്ടർ. അതായത് പവർ ഫാക്ടർ 1 ആകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പാരൻറ്റ് പവർ ഈക്വൽ ടു റിയൽ പവർ എന്നുള്ളൊരു ടേമിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഹയർ പവർ ഫാക്ടർ ഈസ് മോർ എഫിഷ്യൻറ്റ് അവർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വലിയൊരു ഐഡിയ ആയിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് ഒരു 100 kW ഒരു മോട്ടർ 415 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു മോട്ടറാണ് 100 kW ഒരു മോട്ടർ. അപ്പം ഈ ഒരു മോട്ടർ യൂണിറ്റി പവർ ഫാക്ടറിൽ എടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് 139.12 ആംബിയർ ആണ്. പക്ഷേ ഒരിക്കലും ഒരു മോട്ടറിനെ സംബന്ധിച്ച് യൂണിറ്റി പവർ ഫാക്ടർ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷേ ഞാനൊരു കണക്ക് എടുക്കാൻ മീൻസ് ഒരു കമ്പാരിസന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു യൂണിറ്റി പവർ ഫാക്ടർ അടിച്ചത്. അപ്പം അത് യൂണിറ്റി പവർ ഫാക്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വെറും 139.12 ആംബിയർ മാത്രമേ അത് എടുക്കുന്നുള്ളൂ. ഇനി അതേ മോട്ടർ തന്നെ 0.8 പവർ ഫാക്ടറിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 0.8 ലാഗ് പവർ ഫാക്ടറിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് 174 ആംബിയർ ആണ്. അതായത് നേരത്തതിനേക്കാൾ ഒരു 30 ആംബിയർ കൂടുതൽ. ഇനി ഇത് തന്നെ ഒരു 0.5 പവർ ഫാക്ടറിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ 278.24 ആംബിയർ ആണ് എടുക്കുന്നത്. അതായത് പവർ ഫാക്ടർ കുറയും തോറും ഈ ഒരു മോട്ടർ സപ്ലൈയിൽ നിന്ന് എടുക്കുന്ന കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അപ്പം ഈ ഒരു സപ്ലൈയിലേക്ക് പവർ ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസിന് ലോ പവർ ഫാക്ടർ ആണെങ്കിൽ കൂടുതൽ പവർ കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതിനനുസരിച്ച് മെഷീൻസ് എന്താവും, ബൾക്കിയാവും. പവർ ഫാക്ടർ ഇപ്പം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലെ പവർ ഫാക്ടർ റെഡ്യൂസ് ആവുന്നതിനനുസരിച്ച് ജനറേറ്റിംഗ് സ്റ്റേഷനിലെ ജനറേറ്റിംഗ് ഡിവൈസുകൾ എന്താവും, ബൾക്കിയാവും. അപ്പം ഇതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന്, സിസ്റ്റത്തിൻ്റെ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി മാക്സിമൈസ് ചെയ്യാൻ പറ്റും. ഇംപ്രൂവ് വോൾട്ടേജ് ടു ദ എക്യുപ്മെൻറ്റ്, അതായത് ലൈനിലെ കറണ്ട് കുറയും തോറും ലൈനിലെ വോൾട്ടേജ് ഡ്രോപ്പും കുറയും. അതോടുകൂടി നമുക്ക് എന്താ ഉണ്ടാവുന്നത്, നമുക്ക് ടെർമിനൽസിൽ കിട്ടുന്ന വോൾട്ടേജിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. നെക്സ്റ്റ്, പവർ ലോസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം I² R എന്ന് പറഞ്ഞൊരു പവർ ലോസ് നമുക്ക് ഉണ്ടാവുന്നുണ്ട് സിസ്റ്റത്തിൽ. അതുപോലെ ഇൻഡക്റ്റീവ് ലോസ് വരുന്നുണ്ട്, ഈ ഒരു റെസിസ്റ്റീവ് ലോസും മെയിനായിട്ട് വരുന്നുണ്ട്. അപ്പം ഐയുടെ വാല്യൂ കുറയും തോറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, I² R എന്ന് പറഞ്ഞാൽ ഈ ലോസ് വാല്യൂ എന്ത് ചെയ്യാം, കുറയാൻ പറ്റും. അതുപോലെ തന്നെ കൺസ്യൂമറെ സംബന്ധിച്ച് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ബില്ല് കുറയ്ക്കാൻ പറ്റും. കാരണം എന്താ, നമ്മുടെ പവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ ഒരു എനർജി മീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് V/I/cos⁵ എന്ന് പറഞ്ഞൊരു വാല്യൂലാണ്. അപ്പോൾ നമ്മൾ cos⁵ ഏറ്റവും കൂടുതലാക്കാൻ പറ്റും തോറും നമ്മുടെ അതായത് എടുക്കുന്ന ആംബിയർ, എടുക്കുന്ന കറണ്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ്. ഇനി എവിടെ നിന്നാണ് ഈ ഒരു പവർ ഫാക്ടർ ലോ ആവുന്നത് എന്ന് നോക്കാം, അല്ലെങ്കിൽ കോസ് ഓഫ് ലോ പവർ ഫാക്ടർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ആണ് ലോ പവർ ഫാക്ടറിന് ഒരു കാരണം ഈ ഒരു രണ്ട് മോട്ടറും ലാഗിങ് പവർ ഫാക്ടർ എടുക്കുന്ന ഡിവൈസുകളാണ്. അപ്പം ലാഗിങ് പവർ ഫാക്ടർ അതിന് കാരണമാകുന്ന ഡിവൈസുകളാണ്. അപ്പം നമ്മുടെ മോട്ടോഴ്സ് ഫുൾ ലോഡിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0.8 0.9 ആണ്. പക്ഷേ അതേസമയം സ്മോൾ ലോഡിൽ ആണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 0.2 to 0.3 ആണ്. അതായത് കൂടുതലായി സപ്ലൈ കറണ്ട് എടുക്കുന്ന അർത്ഥം. ഇനി അത് നോ ലോഡിലാണെങ്കിൽ അതിൻ്റെ പവർ ഫാക്ടർ എന്താ, ഓൾമോസ്റ്റ് 0 ആണ്. അതായത് എടുക്കുന്ന പവർ എല്ലാം റിയാക്റ്റീവ് പവറായിട്ടാണ് പോകുന്നത്. വേരിയിങ് ലോഡ് ഇൻ പവർ സിസ്റ്റം, അതായത് ഇപ്പം നമ്മുടെ പവർ സിസ്റ്റത്തിലെ ലോഡ് ഭയങ്കരമായിട്ട് വേരി ചെയ്യാണ്. ഇപ്പോൾ പെട്ടെന്ന് പവർ സിസ്റ്റത്തിലെ ലോഡ് കുറച്ച് നേരത്തേക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഈ ഒരു സിസ്റ്റത്തിലെ വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി ഇപ്പം ട്രാൻസ്ഫോമേഴ്സിലും അതുപോലെയുള്ള ഡിവൈസസിലൊക്കെയുള്ള മാഗ്നറ്റൈസിങ് കറണ്ട് ഇൻക്രീസ് ചെയ്യും. ഈ ഒരു മാഗ്നറ്റൈസിങ് കറണ്ട് പവർ ഫാക്ടർ കുറയുന്നതിന് കാരണമാകും. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ ഹീറ്റിംഗ് ഫർണസ്. ഈ ഒരു ഫർണസ് ഇത്തരം ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത് ലോ പവർ ഫാക്ടറിന് ഒരു കാരണമാണ്. നെക്സ്റ്റ്, ഇലക്ട്രിക് ഡിസ്ചാർജ് ലാമ്പുകൾ, ഹൈ ഇൻറ്റൻസിറ്റി ഡിസ്ചാർജ് ലാമ്പുകൾ, ആർക്ക് ലാമ്പുകൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പവർ ഫാക്ടർ ലോ ആകാൻ കാരണമാണ്.
നെക്സ്റ്റ് ട്രാൻസ്ഫോമേഴ്സ്, കാരണം ട്രാൻസ്ഫോമേഴ്സ് ഇപ്പോൾ നോ ലോഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ലോ ലോഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും അതിലുള്ള മാഗ്നറ്റൈസിങ് കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പവർ ഫാക്ടർ കുറയ്ക്കാൻ കാരണമാകുന്നുണ്ട്. ഇനിയിപ്പോൾ ലോഡിലാണെങ്കിലും ഇതിനൊരു മാഗ്നറ്റൈസിങ് കറണ്ട് വേണം. നെക്സ്റ്റ് ഹാർമോണിക് കറണ്ട്, നമ്മുടെ SMS, മൊബൈൽ ചാർജേഴ്സ് അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഡിവൈസസിൽ നിന്നുണ്ടാകുന്ന ഹാർമോണിക് കറണ്ടുകളും പവർ ഫാക്ടർ റെഡ്യൂസ് ചെയ്യുന്നതിന് ഒരു കാരണമാവുന്നുണ്ട്. ഇനി നമുക്ക് പവർ ഫാക്ടർ കാൽക്കുലേഷൻ, ഇത് പല എക്സാമുകൾക്കും ഡിപ്ലോമ ലെവലിൽ തന്നെ പല എക്സാമുകളിലും ചോദിച്ചു വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പവർ ഫാക്ടർ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. കാൽക്കുലേഷൻ ഓഫ് പവർ ഫാക്ടർ കറക്ഷൻ എന്നാണ് ഹെഡിങ്. അതിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഡയഗ്രത്തിലേക്ക് പോകാം. അപ്പം ഡയഗ്രത്തിൽ ഞാനൊരു ഇൻഡക്റ്റീവ് ലോഡാണ് കാണിച്ചിട്ടുള്ളത്. അതിന് പാരലായിട്ട് ഒരു കപ്പാസിറ്റർ, C എന്ന വാല്യൂയുള്ള ഒരു കപ്പാസിറ്ററാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു വെക്റ്റർ ഡയഗ്രാം, കപ്പാസിറ്റർ കണക്ട് ചെയ്തതിന് ശേഷമുള്ള ഒരു വെക്റ്റർ ഡയഗ്രാമാണ് ഞാൻ അപ്പോൾ അതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഇപ്പം അതിൽ കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടില്ല എന്ന് അസ്യൂം ചെയ്യാം. അപ്പം വെക്റ്റർ ഡയഗ്രത്തിൽ V എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്, സപ്ലൈ വോൾട്ടേജ് ആണ്. അതിൽ I എന്ന് പറയുന്നത് I എന്നും കാണിച്ചിട്ടുണ്ട്, I ഡാഷ് എന്നും കാണിച്ചിട്ടുണ്ട്. അതിൽ I എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ഇൻഡക്റ്റീവ് ലോഡ്, ഒരു റെസിസ്റ്ററും ഇൻഡക്ടറും കൂടി സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ലോഡ്. ആ ഒരു ഇൻഡക്റ്റീവ് ലോഡ് എടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത്, അതിൻ്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് 5:1 ആണ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ കാണിച്ചിട്ടുണ്ട്, ഒരൊറ്റ ആംഗിൾ ഇട്ടിട്ട് 5:1 കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഇതെടുക്കുന്ന റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് I sin phi ആണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പം ഇതാണ് ഫസ്റ്റ് നമ്മുടെ ലോഡ് കാണിക്കുന്ന സമയത്തുള്ള പവർ ഫാക്ടറും അതിൻ്റെ ഡീറ്റെയിൽസും വെക്റ്റർ ഡയഗ്രത്തിൽ. ഇനി ഞാനൊരു കപ്പാസിറ്റർ കൂടി അതിന് പാരലായിട്ട് കണക്ട് ചെയ്തു. പാരലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റർ ഒരു IC എന്ന് പറയുന്ന ഒരു ലീഡ് കറണ്ട് എടുക്കുന്നുണ്ട്. അപ്പം അതാണ് ആ ഒരു വോൾട്ടേജിന് ലീഡ് ചെയ്തിട്ട് 90 ഡിഗ്രി ലീഡ് ചെയ്തിട്ട് IC ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇവിടെ ലോഡ് കറണ്ട്, അതായത് ആദ്യം എടുത്ത I എന്ന് പറഞ്ഞ കറണ്ടിൽ ഉണ്ടാകുന്ന ഡിഫറൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ പവർ ഫാക്ടർ 5:1 ആണ്. പക്ഷേ കപ്പാസിറ്റർ ആഡ് ചെയ്തതോടുകൂടി നമ്മുടെ പവർ ഫാക്ടർ എന്തായി, 5:2 എന്ന് റെഡ്യൂസ് ആയി. അതെങ്ങനെയാണ് മാറിയത്, അതായത് നമ്മുടെ ICയുടെയും Iയുടെയും റിസൾട്ടൻ്റ് ആയിട്ട് നമ്മുടെ ടോട്ടൽ കറണ്ട് ചേഞ്ച് ആയി. അതായത് ആദ്യം ഈ ഒരു മോട്ടർ എടുക്കുന്ന കറണ്ട് I ആയിരുന്നു. നമ്മുടെ കപ്പാസിറ്റർ കൂടി ആഡ് ചെയ്ത സമയത്ത് എന്തായി, IC എന്ന് പറയുന്ന ഒരു ലീഡിങ് കറണ്ട് കപ്പാസിറ്റർ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി റിസൾട്ടൻ്റ് ആയിട്ട് നമ്മുടെ ടോട്ടൽ കറണ്ട് I എന്ന് മാറി I ഡാഷ് എന്ന് പറഞ്ഞൊരു വാല്യൂയിലേക്ക് എത്തി. അതെന്ന് പറയുന്നത് ആദ്യത്തെ ആംഗിളിനേക്കാൾ കുറവായിട്ടാണ് വരുന്നത്, അതായത് 5:2 എന്നാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പം ആദ്യം നമ്മുടെ റിയാക്റ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് I sin phi ആയിരുന്നു. അത് എന്തായി, I sin phi എന്ന് കുറഞ്ഞ് I ഡാഷ് sin phi 2 എന്നായി മാറിയിട്ടുണ്ട്. അതാണ് ആ ഒരു കപ്പാസിറ്ററിൻ്റെ താഴെ ആയിട്ട് മാർക്ക് ചെയ്തിട്ടില്ല ആ ഒരു ആംഗിൾ വരുന്നത്, ആ ഒരു പോയിന്റ് വരുന്നത് ആ ഒരു സെക്കൻഡ് ആരോയിലാണ് വരുന്നത്. അപ്പം ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ സെയിം ഡയഗ്രാം തന്നെയാണ്, വെക്റ്റർ ഡയഗ്രാം തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ സെയിം പോയിന്റ്, അതായത് ഫേസർ ഡയഗ്രാം, നമ്മുടെ ഒരു കപ്പാസിറ്റർ ആഡ് ചെയ്ത സമയത്ത് നമ്മുടെ I sin phi എന്നുള്ളത് മാറിയിട്ട് I ഡാഷ് sin phi 2 എന്നൊരു വാല്യൂയിലേക്ക് എത്തി നമ്മൾ കപ്പാസിറ്റർ ആഡ് ചെയ്യുന്ന സമയത്ത്. അപ്പം ഈ ഒരു I ഡാഷ് sin phi 2 എന്ന് പറഞ്ഞാൽ എന്താണ്, I sin phi 1 മൈനസ് IC ആണ്. അതായത് നമുക്ക് IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എഴുതാം, IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ കറണ്ടാണ്. IC എന്ന് പറയുന്നത് I sin phi 1 മൈനസ് I ഡാഷ് sin phi 2 എന്ന് എഴുതാം. ഇനി നമുക്ക് ഒരു കപ്പാസിറ്റർ ആഡ് ചെയ്ത സമയത്ത് cos phi 1 എന്ന് പറയുന്ന ഒരു പവർ ഫാക്ടറിന് cos phi 2 എന്നൊരു പവർ ഫാക്ടറിലേക്കാണ് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ആയിട്ടുള്ളത് അല്ലേ. അപ്പം അത് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് എത്ര വാല്യൂ ഉള്ള കപ്പാസിറ്റൻസ് ആണ് ആഡ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത്. അതായത് നമുക്ക് IC കിട്ടി, ഏതെന്ന് ആ ഒരു വെക്റ്റർ ഡയഗ്രത്തിൽ നിന്ന് IC എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടി. അപ്പം IC എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും കപ്പാസിറ്റർ എടുക്കുന്ന കറണ്ടാണ്. അപ്പം നമുക്കറിയാം കപ്പാസിറ്ററിൻ്റെ കേസിൽ XC റിയാക്റ്റൻസ് ഓഫ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് V ഡിവൈഡഡ് ബൈ IC ആണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 1/ωc എന്ന് എഴുതാം. ഒമേഗ എന്ന് പറയുന്നത് 2π × F, C എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ്. അപ്പം ഈ ഒരു വാല്യൂ എന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, C ഈക്വൽ ടു, അതായത് കപ്പാസിറ്റൻസ് ഈക്വൽ ടു
IC ഡിവൈഡഡ് ബൈ ഒമേഗ വി. വി മീൻസ് വോൾട്ടേജ്. അപ്പം ഇങ്ങനെ കിട്ടി. അപ്പം ആദ്യം നമ്മുടെ ഒരു പവർ ഫാക്ടർ cos phi 1 ആയിരുന്നു, നമ്മളൊരു കപ്പാസിറ്റർ എക്സ്ട്രാ ആഡ് ചെയ്തു, നമ്മുടെ പവർ ഫാക്ടർ cos phi 2 ആയിട്ട് മാറി. അപ്പോൾ ആ cos phi 1 cos phi 2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കപ്പാസിറ്ററിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കപ്പാസിറ്റൻസ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ നിലവിലെ പവർ ഫാക്ടർ ഒരു cos phi 1 ആണെന്ന് നമുക്കറിയാം. എനിക്ക് അതിനെ cos phi 2 എന്നൊരു പവർ ഫാക്ടറിലേക്കാണ് ഇമ്പ്രൂവ് ചെയ്യിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വാല്യൂ കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്ററാണ് ആഡ് ചെയ്യേണ്ടത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാൽക്കുലേഷനിൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ്, എത്ര kVAR ആണ് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അപ്പം ലീഡിങ് kVAR സപ്ലൈഡ് ബൈ പവർ ഫാക്ടർ കറക്ഷൻ എക്യുപ്മെൻറ്റ്. മേ ബി പവർ ഫാക്ടർ കറക്ഷൻ എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ കപ്പാസിറ്റർ ബാങ്ക്സ് ആവാം, അങ്ങനെ എന്തെങ്കിലും ആവാം. അപ്പം ഇതിൽ ഒരു പവർ ഡയഗ്രാം, പവർ ട്രയാങ്കിളാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ KW എന്ന് പറയുന്നതാണ് ശരിക്കും റിയൽ പവർ. ബാക്കി KVA എന്ന് പറയുന്നതും KVA1 എന്ന് പറയുന്നതും KVA2 എന്ന് പറയുന്നതും അപ്പാരൻറ്റ് പവറുകളാണ്. അപ്പം ഫസ്റ്റത്തെ കേസിൽ ഇപ്പം OB എന്ന് പറയുന്നത് phi 1 എന്ന് പറയുന്ന പവർ ഫാക്ടർ ഉണ്ടാകുന്ന സമയത്തും OC എന്ന് പറയുന്നത് phi 2 എന്ന് പറയുന്ന, അതായത് ഇംപ്രൂവ്ഡ് പവർ ഫാക്ടർ ഉണ്ടാകുന്ന സമയത്തുള്ള രണ്ട് കേസുകളാണ്. അപ്പോൾ ഇവിടെ അപ്പാരൻറ്റ് പവറാണ് ചേഞ്ച് ചെയ്യുന്നത്, റിയൽ പവർ മാറുന്നില്ല. അതായത് ഒരു മോട്ടർ, ഇപ്പോൾ മോട്ടർ കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ മോട്ടർ എടുക്കുന്ന പവർ അതിൽ മാറ്റം വരുന്നില്ല, അതായത് റിയൽ പവർ മാറ്റം വരുന്നില്ല. പക്ഷേ അപ്പാരൻറ്റ് പവറിൽ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല മാറ്റം വരുന്നുണ്ട്. അതായത് kVARഉം ചേഞ്ച് ചെയ്യുന്നതിനൊപ്പം അപ്പാരൻറ്റ് പവറിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട്. അതാണ് രണ്ട് ലൈനിൽ നിന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. OBയും നോക്കിയാലും OC നോക്കിയാലും നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് kVAR2 എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ലീഡിങ് kVAR സപ്ലൈഡ് ബൈ പവർ ഫാക്ടർ കറക്ഷൻ എക്യുപ്മെൻറ്റ് ഈക്വൽ ടു എന്താണ്, BC ആണ് അല്ലേ. അത്രയും BC ആണ് നമുക്ക് അതായത് ഇപ്പം AB എന്ന് പറയുന്നതാണ് ടോട്ടൽ ഇപ്പം kVAR1 എന്ന് പറയുന്നത് നമ്മുടെ പവർ ഫാക്ടർ കറക്ഷൻ എക്യുപ്മെൻറ്റ് ഇല്ലാത്ത സമയത്തുള്ള റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് എന്താ, AB ആണ്. ശരിക്കും ഇതിന്ന് ഒരു BC എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഇപ്പോൾ മൈനസ് ആയത്, അതായത് അത്രയും കുറഞ്ഞപ്പോഴാണ് നമുക്ക് kVA2 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടിയത്. അപ്പം BC ഈക്വൽ ടു എന്ത് ചെയ്യാം, AB മൈനസ് AC നമുക്ക് ചെയ്യാൻ പറ്റും, ഈ ഡയഗ്രത്തിൽ നിന്ന് കിട്ടും. അപ്പം AB എന്ന് പറഞ്ഞാൽ എന്താ, kVAR1 ആണ്. AC എന്ന് പറഞ്ഞാലോ kVAR2 ആണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പൈതഗോറസ് തിയറൊക്കെ വെച്ചെടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് OA ഇൻറ്റു tan phi 1 മൈനസ് tan phi 2 എന്ന് എഴുതാം. ഈ ഒരു സംഭവത്തിനെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞാൽ OA എന്ന് പറഞ്ഞാൽ എന്താ, KW ആണ്, ഓർ റിയൽ പവർ ആണ്. അപ്പം ലീഡിങ് kVAR സപ്ലൈഡ് ബൈ പവർ ഫാക്ടർ കറക്ഷൻ എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, KW ഇൻറ്റു tan phi 1 മൈനസ് tan phi 2. അപ്പം ഇതും കൂടി നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഏതൊക്കെ തരത്തിൽ ആണ് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പം 3 മെത്തേഡുകളാണ് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്. ഒന്ന് സ്റ്റാറ്റിക് കപ്പാസിറ്റർ ആഡ് ചെയ്തിട്ട്, സ്റ്റേഷനറി ആയിട്ട് സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ട് കപ്പാസിറ്ററിനെ ആഡ് ചെയ്തിട്ട് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പം ഒരു മോട്ടർ ഉണ്ട്, ആ മോട്ടറിന് പാരലായിട്ട് ഒരു ഡെൽറ്റ കണക്റ്റഡ് ഓർ സ്റ്റാർ കണക്റ്റഡ് കപ്പാസിറ്റർ ബാങ്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റും. നെക്സ്റ്റ്, സിങ്ക്രണസ് കണ്ടൻസേഴ്സ് യൂസ് ചെയ്യാം. എന്താ സിങ്ക്രണസ് കണ്ടൻസേഴ്സ് പറയാം ഞാൻ. അപ്പം കണ്ടപ്പോൾ എന്ത് മനസ്സിലായി, ഒരു മോട്ടറാണെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ഒരു മെഷീനാണെന്ന് മനസ്സിലായി. അപ്പോൾ അത് എന്താണ് സിങ്ക്രണസ് കണ്ടൻസർ എന്ന് ഞാൻ പറയാം. നെക്സ്റ്റ്, ഫേസ് അഡ്വാൻസേഴ്സ് യൂസ് ചെയ്യാം. ഇതൊരു പാനൽ ബോർഡ് പോലത്തെ ഒരു സംഭവമാണെന്ന് മനസ്സിലായി, എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഓരോന്നായിട്ട് പറയാം. ഒന്നാമത്തത് സ്റ്റാറ്റിക് കപ്പാസിറ്റർ. ജസ്റ്റ് ലോ പവർ ഫാക്ടറിൽ വർക്ക് ചെയ്യുന്നൊരു ഡിവൈസിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കപ്പാസിറ്റേഴ്സ് ആഡ് ചെയ്യുന്നു. വെറുതെ കപ്പാസിറ്റർ ആഡ് ചെയ്താൽ പോലെ അതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ kVAR വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ കാൽക്കുലേഷൻ പ്രകാരം കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ വാല്യൂള്ള കപ്പാസിറ്റർ അതിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം കപ്പാസിറ്റർ ആഡ് ചെയ്യുന്നതോടുകൂടി കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു, ലാഗിങ് റിയാക്റ്റീവ് കമ്പോണൻറ്റിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു. കാരണം ലീഡിങ് കറണ്ട് കപ്പാസിറ്റേഴ്സ് ഡ്രോൺ ചെയ്യുന്നു,
അല്ലെങ്കിൽ ലീഡിങ് കറണ്ട് കപ്പാസിറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്ത് അതിലെ ലാഗിങ് കമ്പോണൻറ്റിനെ റിയാക്റ്റീവ് കമ്പോണൻറ്റിനെ ന്യൂട്രലൈസ് ചെയ്ത് നമുക്ക് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്, ഈസി ടു ഇൻസ്റ്റാൾ ആണ്, അതുപോലെ തന്നെ ലോസും കുറവാണ്, മെയിൻ്റനൻസും വളരെ കുറവാണ്. പക്ഷേ ഒരു മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കപ്പാസിറ്റേഴ്സിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് കപ്പാസിറ്റേഴ്സ് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ വോൾട്ടേജ് സ്പെസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. ഇപ്പോൾ 415 അല്ലെങ്കിൽ 500 വോൾട്ട് ഇത്ര MFT ഇത്ര മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പം എനി കേസ് വോൾട്ടേജ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ വാല്യൂന്ന് സിസ്റ്റം വോൾട്ടേജ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റേഴ്സ് എന്താവും, കംപ്ലൈൻ്റ് ആയി പോകും, ഡാമേജ് ആയി പോകും. മാത്രമല്ല അതിൻ്റെ റിപ്പയറിങ് കോസ്റ്റ് നമുക്കത് റീപ്ലേസ് ചെയ്ത് വെക്കേണ്ടി വരും. മാത്രമല്ല ഒരു കപ്പാസിറ്റർ ബാങ്കിൻ്റെ ഒരു ലൈഫ് സർവീസ് അല്ലെങ്കിൽ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു 8 to 10 ഇയർ ആണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കണം. നെക്സ്റ്റ് സിങ്ക്രണസ് കണ്ടൻസർ. സിങ്ക്രണസ് കണ്ടൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിങ്ക്രണസ് മോട്ടറിനെ 3-phase സിങ്ക്രണസ് മോട്ടറിനെയാണ് സിങ്ക്രണസ് കണ്ടൻസർ എന്ന് പറയുന്നത്. പക്ഷേ അതിനൊരു പെർട്ടിക്കുലർ ഒരു വർക്കിംഗ് കണ്ടീഷൻ ഉണ്ട്. വെറുതെ നമുക്ക് 3-phase സിങ്ക്രണസ് മോട്ടറിനെ സിങ്ക്രണസ് കണ്ടൻസർ എന്ന് പറയാൻ പറ്റില്ല. ഓവർ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു 3-phase സിങ്ക്രണസ് മോട്ടറിനെയാണ് നമ്മൾ സിങ്ക്രണസ് കണ്ടൻസർ എന്ന് പറയാം. അപ്പോൾ എവിടെയാണോ ലോ പവർ ഫാക്ടർ ഉള്ള ലോഡ് എടുക്കുന്നത് അതിന് പാരലായിട്ട് ഒരു 3-phase സിങ്ക്രണസ് മോട്ടറിനെ നോ ലോഡിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മോട്ടർ അല്ലെങ്കിൽ നമ്മുടെ സിങ്ക്രണസ് കണ്ടൻസർ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യിക്കും. അതിൻ്റെ ഒരു വെക്ടർ ഡയഗ്രാമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അതിൽ IM എന്ന് പറയുന്നത് സിങ്ക്രണസ് മോട്ടർ ടേക്ക് ചെയ്യുന്ന കറണ്ടാണ്, IL എന്ന് പറയുന്നത് ലോഡിൻ്റെയും കറണ്ടാണ്. അങ്ങനെ ടോട്ടൽ പവർ ഫാക്ടർ നമുക്ക് എന്ത് ചെയ്യുന്നു, I എന്ന് പറയുന്ന ഒരു വാല്യൂക്ക് ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിങ്ക്രണസ് മോട്ടോർ വിച്ച് റൺസ് അറ്റ് ഓവർ എക്സൈറ്റഡ് വിത്ത് നോ ലോഡ്, അതാണ് എന്ത് സിങ്ക്രണസ് കണ്ടൻസർ എന്ന് പറയുന്നത്. നമുക്ക് സിങ്ക്രണസ് മോട്ടറിനെ ലീഡിങ് പവർ ഫാക്ടറിലോ ലാഗിങ് പവർ ഫാക്ടറിലോ യൂണിറ്റി പവർ ഫാക്ടറിലോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അത് സിങ്ക്രണസ് മോട്ടറിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പം എവിടെയാണോ നമ്മുടെ ഇൻഡക്റ്റീവ് ലോഡ് വരുന്നത് അവിടെ നമുക്ക് ഇതിനെ സിങ്ക്രണസ് കണ്ടൻസറായിട്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റും. സാധാരണ വലിയ സബ്സ്റ്റേഷൻസിലൊക്കെയാണ് ഇങ്ങനത്തെ മെത്തേഡുകൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലാർജ് ഇൻഡക്റ്റീവ് ലോഡ്സ് എടുക്കുന്ന കമ്പനികളിലൊക്കെ നമുക്ക് സാധാരണ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം മെയിൻലി ഇതെന്ന് പറയുന്നത് ഒന്നാമത് മെഷീൻ്റെ മോട്ടോർ ലോസ് കൂടി വരുന്ന സമയത്ത് ഇതങ്ങനെ ആരും ചെറിയ ഒരു പെർട്ടിക്കുലർ ലോഡിനൊന്നും യൂസ് ചെയ്യാതെ സ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സാണ് കണക്ട് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് ഫേസ് അഡ്വാൻസർ ആണ്. ഫേസ് അഡ്വാൻസർ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു പാനൽ ബോർഡ് പോലൊരു സംഭവമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഫേസ് അഡ്വാൻസറിനെ നമുക്ക് ഓൾസോ AC എക്സൈറ്റർ എന്നും കൂടി പറയാം. അപ്പോൾ എന്താണ് ഫേസ് അഡ്വാൻസർ ചെയ്യുന്നത്? ഫേസ് അഡ്വാൻസർ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ആയിട്ടാണ്, അതായത് എക്സൈറ്റിംഗ് ആംബിയർ ടേൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ സോഴ്സാണ് ഫേസ് അഡ്വാൻസർ എന്ന് പറയുന്നത്. ഇത് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ റോട്ടർ സർക്യൂട്ടിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സാധാ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറൊന്നും ഈ ഒരു ഫേസ് അഡ്വാൻസർ കണക്ട് ചെയ്യാൻ പറ്റില്ല. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിന് മാത്രമേ ഫേസ് അഡ്വാൻസർ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. റോട്ടർ സർക്യൂട്ടിലേക്ക് എക്സൈറ്റിംഗ് ആംബിയർ ടേൺസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഇനി ഈ ഒരു എക്സൈറ്റിംഗ് ആംബിയർ ടേൺസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്ലിപ്പ് ഫ്രീക്വൻസി, അതായത് റോട്ടർ സ്ലിപ്പ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് ഈക്വൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സൈറ്റിംഗ് ആംബിയർ ടേൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ലീഡിങ് പവർ ഫാക്ടർ, ഇതിലിപ്പം നമുക്ക് പവർ ഫാക്ടർ ലാഗിങ് പവർ ഫാക്ടർ കണ്ടീഷനിൽ അത് ആ ഒരു പവർ ഫാക്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് യൂണിറ്റി പവർ ഫാക്ടർ ആക്കാം. ഓൾസോ നമുക്ക് ലീഡിങ് ഇപ്പോൾ കൂടുതൽ ആംബിയർ ടേൺസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, മെഷീൻ ലീഡിങ് പവർ ഫാക്ടറിൽ നമുക്ക് ആ ഒരു മെഷീനിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. നമുക്കിങ്ങനെ എക്സ്ട്രാ എക്സൈറ്റിംഗ് ആംബിയർ ടേൺസ് കൊടുക്കുന്നത് മൂലം നമ്മൾ എന്താ ചെയ്യുന്നത്, ശരിക്കും മെഷീൻ ഡ്രോൺ ചെയ്യുന്ന റിയാക്റ്റീവ് കമ്പോണൻറ്റിനെ അല്ലെങ്കിൽ റിയാക്റ്റീവ് പവറിനെ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് സിങ്ക്രണസ് കണ്ടൻസർ യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ, ഇപ്പം ഹൈലി ജർക്കിംഗ് ആയിരിക്കും മെഷീനൊക്കെ ഓൺ ചെയ്ത് വരുന്ന സമയത്ത്. മാത്രമല്ല സിങ്ക്രണസ് മോട്ടറിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അത് സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. അപ്പോൾ അതിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്ട്രാ മെത്തേഡ്, ഒരു പോണി മോട്ടർ മെത്തേഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു സ്പേസ് ഇല്ലാത്തൊരു ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സിങ്ക്രണസ് കണ്ടൻസേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത്തരം ഒരു ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് ഫേസ് അഡ്വാൻസർ വയ്ക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് ഇത് സാധാ ഇൻഡക്ഷൻ മോട്ടറിൽ വയ്ക്കാൻ പറ്റില്ല. പിന്നെ ഒരു മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്
200 HP താഴെയുള്ള മോട്ടറിൽ ഫേസ് അഡ്വാൻസർ കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എക്കണോമിക്കൽ അല്ല. അപ്പം 200 HP മുകളിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫേസ് അഡ്വാൻസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് എപ്പോഴും ബെറ്റർ, ഈ ഒരു 3 മെത്തേഡിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സ്റ്റാറ്റിക് കപ്പാസിറ്റർ. അതുകൊണ്ട് തന്നെയാണ് ഈ APFC പാനലുകളൊക്കെ കൂടുതൽ വളരെ പെട്ടെന്ന് ക്ലിക്കായിട്ടുള്ളത്. അതായത് ഓട്ടോമാറ്റിക് പവർ ഫാക്ടർ കറക്ഷൻ പാനലുകളൊക്കെ ഇന്ന് വളരെ സുലഭമാണ്. അപ്പോൾ അതിലെല്ലാം സ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സാണ്. ഓൾസോ പവർ ഫാക്ടർ ഇങ്ങനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈസ് കൂടി ഉണ്ടായിരിക്കും. അപ്പം അതിൻ്റെ ബേസിൽ പവർ ഫാക്ടർ നമ്മൾ മോണിറ്റർ ചെയ്യുന്നു. ഇപ്പോൾ സിസ്റ്റത്തിലെ പവർ ഫാക്ടർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ എക്സ്ട്രാ കപ്പാസിറ്റേഴ്സിനെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം കൂടുതലാവുന്നുണ്ടെങ്കിൽ വിത്ഡ്രോ ചെയ്ത് കൊടുക്കുന്നു. അതിനൊരു പ്രീസെറ്റ് ചെയ്ത വാല്യൂവിൽ പവർ ഫാക്ടറിനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതാണ് ഈ ഒരു APFC പാനലുകളൊക്കെ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് മോസ്റ്റ് എക്കണോമിക്കൽ പവർ ഫാക്ടർ. ഇപ്പം ഞാൻ നേരത്തെ നമ്മളിപ്പോൾ കാൽക്കുലേഷനിലെല്ലാം നമ്മൾ sin φ2 അല്ലെങ്കിൽ sin φ1 അല്ലെങ്കിൽ cos φ2 അല്ലെങ്കിൽ ഒരു ആംഗിൾ നമുക്ക് കിട്ടി, ഫൈ എന്ന് പറഞ്ഞൊരു ആംഗിൾ കിട്ടി അല്ലേ. ഇനി φ2 എന്ന് പറഞ്ഞ ആംഗിൾ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമുക്ക് ആ φ2 എന്ന് പറഞ്ഞ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുകയാണ് വേണ്ടത്. അതായത് ഇപ്പം ഇതിൻ്റെ കാൽക്കുലേഷനിൽ ഇപ്പം ഒരു കൺസ്യൂമർ P എന്ന് പറയുന്ന ഒരു കൺസ്യൂമർ ഒരു പവർ ടേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു പവർ എന്ന് പറയുന്നത് PKW അറ്റ് പവർ ഫാക്ടർ ഓഫ് cos φ1 ആണ്. അതിന് KICBക്ക് X രൂപ, അതായത് റേറ്റ് ഓഫ് RS X per KVA ഓഫ് മാക്സിമം ഡിമാൻഡ് പെർ ആനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, KICB റേറ്റ് ചാർജ് ചെയ്യുന്നുണ്ട് അവർക്ക്. അതിൻ്റെ KW കൺസപ്ഷനാണ് അത് ചാർജ് ചെയ്യുന്നത്. ഇനി അതേ കൺസ്യൂമർ തന്നെ എന്ത് ചെയ്തു, പവർ ഫാക്ടർ cos φ1 എന്നുള്ള നിലയിൽ നിന്ന് cos φ2 ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു പവർ ഫാക്ടർ കറക്ഷൻ എക്യുപ്മെൻറ്റിനെ അങ്ങ് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പം ഇത് എക്യുപ്മെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ പവർ ഫാക്ടർ cos φ1 നിന്ന് cos φ2ലേക്ക് മാറി. ഇനി ഈ ഒരു പവർ ഫാക്ടർ കറക്ഷൻ എക്യുപ്മെൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, ആ ഒരു എക്സ്പെൻഡിച്ചർ കോസ്റ്റ് എന്ന് പറയുന്നത് RSY രൂപയാണ്, പെർ KVAR പെർ ആനും ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടിൻ്റെയും കാൽക്കുലേഷൻ വെച്ച് മോസ്റ്റ് എക്കണോമിക്കൽ പവർ ഫാക്ടർ എന്ന് പറയുന്നത് cos φ2 എന്ന് പറയുന്നത് √1 - sin² θ2 എന്ന് പറയുന്നത് √1 - y/x² ആണ്. അപ്പം ഇതാണ് മോസ്റ്റ് എക്കണോമിക്കൽ പവർ ഫാക്ടർ cos φ2. അപ്പോൾ നേരത്തെ ഞാൻ 2 കാൽക്കുലേഷനിൽ നമുക്ക് cos φ1 അറിയാം. അപ്പം ഈ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമുക്ക് cos φ2 കിട്ടുന്നത്. അപ്പം cos φ1ഉം cos φ2 അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കപ്പാസിറ്ററിൻ്റെ വാല്യൂ C എത്ര വേണമെന്ന് പറയാൻ പറ്റും, കപ്പാസിറ്ററിൻ്റെ KVAR എത്ര വേണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പവർ ഫാക്ടർ കറക്ഷൻ എക്യുപ്മെൻറ്റിൻ്റെ കപ്പാസിറ്ററിൻ്റെ വാല്യൂ, അതുപോലെ അതിൻ്റെ KVAR വാല്യൂ, റിയാക്റ്റീവ് പവർ വാല്യൂ എല്ലാം മനസ്സിലാക്കുന്നത്. അപ്പം ഇത്രയാണ് പവർ ഫാക്ടറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.